വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2025 ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറിനെ നമ്മൾ ബ്രോക്കേഴ്സ് തമ്മിലുള്ള കമ്പാരിസണും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റിംഗ് ആയാലും എപ്പോഴും നല്ല സ്റ്റോക്ക് ബ്രോക്കറിൽ തന്നെ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ട്രേഡിംഗ് ആയാലും ഇൻവെസ്റ്റിംഗ് ആയാലും ഒരു ബിസിനസ്സാണ് നടത്തുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ ബ്രോക്കറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ബിസിനസ്സിനെയും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മികച്ച ബ്രോക്കറിൽ തന്നെ നമ്മൾ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗും ചെയ്യണമെന്ന് പറയണേ. ഇപ്പോൾ പല ആൾക്കാരും ഒരു പുതിയ ബ്രോക്കർ അക്കൗണ്ടൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ അവർ ചെയ്യണ കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണത് ഏതാണ്, അല്ലെങ്കിൽ മറ്റേ ടി വിയിൽ പരസ്യം കണ്ടിട്ട് ഈ ബ്രോക്കർ എടുക്കാം. അങ്ങനെയൊന്നല്ല നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ മാർക്കറ്റിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് എത്രയാണ്, അതേപോലെ തന്നെ നമ്മൾ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്, ട്രേഡ് ചെയ്യാനാണോ ഇൻവെസ്റ്റ് ചെയ്യാനാണോ, അതല്ല ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും കൂടി ചെയ്യാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളത് നോക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഉദ്ദേശിക്കുന്ന ബ്രോക്കറിലാവില്ല ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് തുറക്കുക. അത് നമ്മുടെ ഓവറോൾ മാർക്കറ്റ് എക്സ്പീരിയൻസിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആവും. അതേപോലെ തന്നെ നല്ല സേഫ് ആയിട്ടുള്ള ബ്രോക്കറാണ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും നല്ലത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് പ്രൊഫഷണൽ ആക്കാൻ തീരുമാനിച്ച ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ചെറിയ എമൗണ്ടാവും ട്രേഡ് ചെയ്യുക. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളൊരു വലിയ ക്യാപിറ്റൽ, ഇപ്പോൾ ഒരു 30 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയൊക്കെ വെച്ച് ട്രേഡ് ചെയ്യേണ്ട ടൈം വരുമ്പോൾ നിങ്ങളുടെ ബ്രോക്കർ അത്രയ്ക്കും സേഫ് ആയിട്ടുള്ള ഒരു ബ്രോക്കർ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ ട്രേഡിംഗ് ക്യാപിറ്റൽ തന്നെ പെട്ടുപോണ അവസ്ഥയാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പൈസ ട്രേഡിംഗ് ക്യാപിറ്റൽ മൊത്തമായിട്ട് പോകുന്ന അവസ്ഥയാവും, അല്ലെങ്കിൽ അത് അവിടെ കുറേ കാലം ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയാവും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ പറയണത് ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ തന്നെ യൂസ് ചെയ്യാൻ. ഇപ്പോൾ പല ആൾക്കാരും ചെറിയ ചെറിയ ബ്രോക്കേഴ്സിലൊക്കെ പോയിട്ട് അക്കൗണ്ട് എടുക്കും, ഫീസ് ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും ചെയ്യരുതെന്ന് പറയണതിൻ്റെ കാരണം ഇതൊക്കെയാണ്. നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മുടെ പ്രധാനമാണ് ട്രേഡിങ്ങിലും ഇൻവെസ്റ്റിങ്ങിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർ എപ്പോഴും ചൂസ് ചെയ്യാൻ പറയണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ഗ്രോ, കോട്ടക്കിൻ്റെ നിയോ ആപ്പ്, അതേപോലെ ഫയേഴ്സ്. ഈ ബ്രോക്കേഴ്സിനൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബ്രോക്കറേജ് ചാർജസ്, അപ്പോൾ ഇൻട്രാഡേയും ഡെലിവറിയും FNO ഓർഡേഴ്സിൻ്റെ ചാർജസ്, അതേപോലെ അക്കൗണ്ട് ഓപ്പണിങ്ങും AMC ഫീസ്, അതേപോലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും അവരൊക്കെ ഫീച്ചേഴ്സ് എന്താണ്, അതേപോലെ മാർജിനും ലെവറേജും എത്ര കൊടുക്കുന്നുണ്ട് ഓരോ ബ്രോക്കറും, അതേപോലെ ഓരോരുത്തരുടെയും കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള മെയിൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചാർജസ് വെച്ചിട്ട് ഓരോ ബ്രോക്കേഴ്സിനും കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിനും ഫ്രീ ആണ്. പണ്ട് സെറോദ ഒരു ചെറിയ ഫീ അപ്പ് ഫ്രണ്ട് ആയിട്ട് മേടിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അവരും ഫ്രീ ആക്കി വിട്ടേക്കാണ്. ഇനി നമുക്ക് AMC നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജാണ് AMC 1 ഇയർ കൂടുമ്പോഴാണ് എല്ലാ ബ്രോക്കേഴ്സും മേടിക്കുക. അപ്പോൾ 1 ഇയർ എന്ന് പറയുമ്പോൾ ചിലർ ക്വാർട്ടർലി മേടിക്കണവരുണ്ട്. ഇപ്പോൾ സെറോദ, അപ്സ്റ്റോക്സ് ഒക്കെ 300 രൂപയാണ് AMC ഉള്ളത്. ഇവർ 3 മാസം കൂടുമ്പോൾ 75 രൂപയായിട്ടാണ് നമ്മുടെ നിന്ന് മേടിക്കുക, പ്ലസ് GST ഉണ്ടാവും. ഇനി ഏഞ്ചൽ വൺ നോക്കുകയാണെങ്കിൽ 240 രൂപയാണ് AMC ഉള്ള ഒരു കൊല്ലത്തേക്ക്. ഗ്രോയും ഫയേഴ്സും ഫ്രീ ആണ്. കോട്ടക് നിയോ 600 രൂപ AMC മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടക് നിയോനാണ് ഏറ്റവും കൂടുതൽ AMC മേടിക്കുന്ന ബ്രോക്കർ. ഇനി ഡെലിവറി ചാർജസ് നോക്കുകയാണെങ്കിൽ സെറോദ 0 തന്നെയാണ്. പല ബ്രോക്കേഴ്സും കുറച്ച് കാലം മുന്നേക്ക് എല്ലാവരും ഡെലിവറി ചാർജസ് 0 ആണ് അത് പറഞ്ഞ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പല ആൾക്കാരും കുറേ കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ചാർജസ് മേടിച്ചു തുടങ്ങി. പക്ഷേ സെറോദ എപ്പോഴും 0 ചാർജസ് തന്നെയാണ് ഡെലിവറി ഓർഡേഴ്സിന് എടുക്കുന്നത്. അപ്സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 2.5% നമ്മുടെ ഓർഡർ വാല്യൂവിൻ്റെ, അത് ഏതാണോ ലോവർ അതാണ് അവരെടുക്കുക. ഇനി ഏഞ്ചൽ വണ്ണിന് നോക്കുകയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 0.1% ഏതാണ് കുറവെന്നുണ്ടെങ്കിൽ അതാണ് അവർ ചാർജായിട്ട് എടുക്കുക ഡെലിവറിക്ക്. ഗ്രോ നോക്കുകയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 0.05% ആണ് ഏതാണ് ലോവർ എന്നുണ്ടെങ്കിൽ അതാണ് ഗ്രോ എടുക്കണേ. പക്ഷേ എനിക്ക് ഗ്രോയിൽ ഡെലിവറിക്ക് കുറച്ചുകൂടിയും കൂടുതൽ ചാർജ്, ഈ പറഞ്ഞ ചാർജിനേക്കാൾ കൂടുതലായിട്ട് അവർ മേടിക്കുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫയേഴ്സ് നോക്കുകയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 0.03% ഏതാണ് കുറവെന്നുണ്ടെങ്കിൽ ആ ചാർജ് എടുക്കും. കോട്ടക് നിയോന് 0.20% ആണ്.
അത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫീ തന്നെയാണ്, അല്ലാതെ അപ്പർ ലിമിറ്റായ 20 റുപ്പീസോ കാര്യങ്ങളൊന്നും അവർ കൊടുക്കില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജസിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സെറോദ തന്നെയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചാർജസ് നോക്കുകയാണെങ്കിൽ മിക്ക ബ്രോക്കേഴ്സും 20 റുപ്പീസ് പെർ ഓർഡർ തന്നെയാണ്. കോട്ടക്ക് മാത്രമാണ് 10 രൂപ ഒരു ഓർഡറിന് മേടിക്കുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ചാർജ് കുറവ് മേടിക്കുന്ന ഒരു ബ്രോക്കർ കോട്ടക് നിയോയാണ്. ബാക്കി എല്ലാവരും സെയിം ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ചാർജസ് ആയിട്ട് മേടിക്കണേ. ഇനി നമുക്ക് ഓരോ ബ്രോക്കേഴ്സിൻ്റെയും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ഫീച്ചേഴ്സും മാർജിനൊക്കെ ഏതാണെന്നുള്ള പറയാം. അപ്പോൾ സെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കൈറ്റ്. ഈ പറഞ്ഞ മാതിരി വെബിലും മൊബൈൽ ആപ്പൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്സ്റ്റോക്സിൻ്റെ നോക്കുകയാണെങ്കിൽ പ്രോ വെബും പിന്നെ അപ്സ്റ്റോക്സിൻ്റെ ആപ്പും ഉണ്ട്. അപ്സ്റ്റോക്സിൻ്റെ ആപ്പിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ന്യൂസും കാര്യങ്ങളും അതൊക്കെ ആയിട്ട്. സെറോദനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് അപ്സ്റ്റോക്സിലുണ്ട്. സെറോദ പ്യുവർലി ഒരു ട്രേഡിംഗ് പ്രോ ആൾക്കാർക്കുള്ളൊരു ആപ്പ് തന്നെയാണ്, അല്ലാതെ അതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. പ്യുവർലി ഫോർ ട്രേഡേഴ്സ്, ഒരു പ്രോ ട്രേഡറിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം സെറോദയിലുണ്ട്. ഇനി ഏഞ്ചൽ 1 നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ സ്പീഡ് പ്രോയാണ്. ഗ്രോൻ്റെ ഗ്രോ ആപ്പ് തന്നെയാണ്. ഫയേഴ്സിൻ്റെ ഫയേഴ്സ് വെബും ഉണ്ട് ആപ്പും ഉണ്ട്. കോട്ടക് നിയോയാണ് കോട്ടക് നിയോൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെറോദയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വാർസിറ്റിയിലുള്ള കോഴ്സുകളും കാര്യങ്ങളെല്ലാം പക്ക അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ബിഗിനറിന് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് അത് മാത്രം പഠിച്ചാൽ മതി, ആൾക്ക് നല്ല ഇൻവെസ്റ്ററും നല്ല ട്രേഡറും എല്ലാം ആവാൻ സാധിക്കും. അതേപോലെ തന്നെ അഡ്വാൻസ് ടൂൾസ് അനാലിസിസിനൊക്കെ സെറോദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ പേരായിട്ട് കൊളാബ് ചെയ്തിട്ടും അവരുടേതായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതേപോലെ സെറോദയുടെ കൺസോളൊക്കെ അടിപൊളിയാണ്. ഇനി സെറോദയ്ക്ക് കൈറ്റ് അല്ലാതെ തന്നെ വേറെയും കോയിൻ ഉണ്ട്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ നിരവധി, പിന്നെ സെൻസിബിളുണ്ട്, പിന്നെ സ്ട്രീക്ക് ഉണ്ട്. അങ്ങനെ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നിരവധി ആപ്പുകൾ സെറോദ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അപ്സ്റ്റോക്സിന് വരികയാണെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ കുറച്ചുകൂടിയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. കുറേ കാര്യങ്ങളുണ്ട് അതിൽ. നമുക്കൊരു സ്റ്റോക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫൈനാൻഷ്യൽസ്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ചെറിയ ഒരു ഇൻസൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ന്യൂസുകൾ, നമ്മളിപ്പോൾ വാച്ച് ലിസ്റ്റ് ഇട്ട സ്റ്റോക്കുകളുടെയൊക്കെ ന്യൂസുകൾ കിട്ടും. പിന്നെ കുറേ ഉണ്ട് ഓപ്ഷൻ ചെയിൻ, അതൊക്കെ ഒറ്റ ഇതിൽ തന്നെ കിട്ടണത്. നല്ല യൂസർ ഫ്രണ്ട്ലി ഉള്ളൊരു ആപ്പാണ് അപ്സ്റ്റോക്സിൻ്റെ. പിന്നെ അപ്സ്റ്റോക്സിൻ്റെ സെയിം ആപ്പിൽ തന്നെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടും അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആപ്പ്. അവർക്ക് 2 തരം ഒറ്റ ആപ്പിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റർ മോഡും ട്രേഡർ മോഡൊക്കെ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ അപ്സ്റ്റോക്സിൻ്റെ വെബാണെങ്കിലും അടിപൊളിയാണ്. എനിക്ക് അപ്സ്റ്റോക്സിൻ്റെ ചാർട്ട് ഭയങ്കര ഇഷ്ടമാണ്. സെറോദയുടെ ചാർട്ട് ഒന്നിനും കൊള്ളില്ല, പക്ഷെ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ട് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്സ്റ്റോക്സ് യൂസ് ചെയ്യണത്. ചാർട്ട് നല്ല ചാർട്ടാണ് അവരുടെ. ഇനി ഏഞ്ചൽ 1 വരികയാണെങ്കിൽ ഏഞ്ചൽ 1 കുറേ കൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. കുറേ നമുക്ക് റിസർച്ച് പരമായിട്ടുള്ള ഒരു ഫുൾ സർവീസ് ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യണ റിസർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഏഞ്ചൽ 1 കിട്ടും. അതൊരു അടിപൊളി ക്വാളിറ്റിയാണ്. അവരുടെ കുറേ ടിപ്പുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു ട്രേഡറിനും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏഞ്ചൽ 1 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മുടെ ഗ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. പ്രത്യേകിച്ച് വളരെ ബിഗിനേഴ്സിന് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്പാണ് ഗ്രോ. അതുതന്നെയാണ് അവർക്ക് ഇത്രയും കൂടുതൽ യൂസേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഏതൊരാൾക്കും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ബിഗിനേഴ്സിന് കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ അപ്സ്റ്റോക്സും സെറോദയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രോയിൽ പോയപ്പോൾ എനിക്ക് സത്യത്തിൽ വട്ടായി, എനിക്കൊന്നും മനസ്സിലാവില്ല. കാരണം മറ്റേത് രണ്ടും ഉള്ള പോലെ അല്ല ഗ്രോ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ്. പക്ഷേ ബിഗിനേഴ്സിന് അത് കുറച്ചും കൂടി എളുപ്പമാകുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അപ്സ്റ്റോക്സും സെറോദയൊക്കെ യൂസ് ചെയ്ത കാരണം ഗ്രോ കുറച്ചും കൂടി ടഫായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചും കൂടിയും ചാർജസ് അവർ കൂടുതൽ എടുക്കണമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്, പറയണേക്കാൾ കൂടുതൽ. പിന്നെ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴൊക്കെ കുറേ ന്യൂസ്, മറ്റേ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാറ്റത്തെ കുറേ സാധനമൊക്കെ ഗ്രോയിലുണ്ട്. അതൊക്കെ ഹെൽപ്ഫുള്ളാണ് ഇൻവെസ്റ്റേഴ്സിനും അവർക്കൊക്കെ. ഇനി ഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫയേഴ്സ് മെയിനായിട്ട് ചാർട്ടും അതൊക്കെയാണ് അവരുടെ
മെയിൻ സംഭവം പണ്ട് തൊട്ടേ ഉള്ളത്. പക്ഷേ ഫയേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷേ ആ ടൈമിൽ എനിക്ക് 2 കൊല്ലം മുമ്പൊക്കെ ആട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമാവാത്തൊരു സാധനമായിരുന്നു. ഞാൻ സെറോദൊക്കെ യൂസ് ചെയ്തിട്ട് ഫയേഴ്സ് യൂസ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് സത്യത്തിൽ പ്രാന്തായി. ഞാൻ എന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് ചെയ്തത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ ഫയേഴ്സ് കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി എന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ പോലും അവിടെ ഫയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ തന്നെ പറയാറുണ്ട് ഇടയ്ക്ക് കുറേ പണ്ടത്തേക്കാൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഫയേഴ്സ് കുറച്ചുകൂടിയും ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതാണ് നമ്മൾ ഫയേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി കോട്ടക് നിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടക് നിയോ ഒരു ഫുൾ സർവീസ് ബ്രോക്കറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഫുൾ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറോദയിൽ അപ്സ്റ്റോക്സ് ഗ്രോയൊക്കെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. നമുക്ക് അധികം സപ്പോർട്ടല്ല നമ്മുടെ ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളിരുന്നിട്ട് ഇന്ന സ്റ്റോക്ക് മേടിച്ചോ ടിപ്പുമാരത്തെ സംഭവം ഒന്നും അവർ തരില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. പക്ഷേ കോട്ടക്കിലെന്ന് പറയുമ്പോൾ കുറേയൊക്കെ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ തരും. നിങ്ങളിങ്ങനെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള കുറേ ടിപ്സ് എന്നല്ല പറയാം. നമ്മളതിനെന്താ നമ്മളൊരു അനാലിസിസ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ പറയില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കോട്ടക് നിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രേഡേഴ്സിനായാലും കുറേ ഈ പറഞ്ഞ ട്രേഡിങ് ചാർജസ് കുറേയൊക്കെ കുറവാണ്. പിന്നെ കോട്ടക് ബാങ്ക് ബാക്ക് ചെയ്തേക്കണതിൻ്റെ ഒരു വലിയ സപ്പോർട്ടും അവർക്കുണ്ട്. ഇനി മാർജിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മാർജിൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ബ്രോക്കേഴ്സും ചെറിയ മാർജിനാണ് കൊടുക്കുന്നുള്ളൂ. സെബിയുടെ പുതിയ റൂളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ സെറോദി അപ്സ്റ്റോക്സ് ഒക്കെ ലോ മാർജിനാണ് പ്രൊവൈഡ് ചെയ്യണത്. ഇൻട്രാഡേ അതിൽ ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഏഞ്ചൽ വൺ അത്യാവശ്യം നല്ല ഹൈ മാർജിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനും ഇൻട്രാഡേക്കൊക്കെ. അപ്പോൾ മാർജിനൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്ന ഒരാളാണ് ട്രേഡിങ്ങിൽ. മാർജിൻ ഒരു നല്ല സംഭവമല്ല, എന്നാൽ പോലും നിങ്ങൾ മാർജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഏഞ്ചൽ വൺ ആയിരിക്കും നിങ്ങൾ കുറച്ചും കൂടിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രോക്കർ. പിന്നെ ഗ്രോയും ഫയേഴ്സും ചെറിയ മാർജിൻ തന്നെയാണ് കൊടുക്കണത്, വലിയ ഇതൊന്നുമില്ല. 1x 2.5x ഒക്കെയാണ് ഇവർ എല്ലാവരും കൊടുക്കണുള്ളൂ, ലോ ആയിട്ടുള്ളവരൊക്കെ. പിന്നെ കോട്ടക് നിയോയാണെങ്കിൽ ഒരു മീഡിയം, അവർ ചില ഇതിന് 4x 5x വരെയൊക്കെ കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനായാലും ഇൻട്രാഡേക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ മാർജിൻ ഇപ്പോൾ മിക്ക ബ്രോക്കേഴ്സും ലോ തന്നെയാണ് പുതിയ റൂളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. പണ്ട് 5x 20x ഒക്കെ പല ആൾക്കാരും കൊടുത്തായിരുന്നു. ഇനി സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറോദ അത്യാവശ്യം നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കും ഇടയ്ക്കൊക്കെ സപ്പോർട്ട് വരുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്ത് അതിനൊക്കെ അപ്ഡേറ്റ് തരും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരും കേട്ടോ. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അപ്സ്റ്റോക്സ് ഈ പറഞ്ഞ മാതിരി ആവറേജ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് തരിക. ഏഞ്ചൽ വൺ ആയാലും അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. ഗ്രോ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ആവറേജിന് വെക്കാം, കുറച്ചുകൂടി ഒന്ന് പൊന്തിക്കുന്ന ഒരു സപ്പോർട്ടാണ് അവരുടെ. ഫയേഴ്സ് ആണെങ്കിൽ ആവറേജ് സപ്പോർട്ട് തന്നെയാണ്. കോട്ടക് നിയോ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അവർ ആ ബാങ്കിൻ്റെ പണ്ട് തൊട്ടുള്ള ഒരു ബ്രോക്കർ, ഫുൾ സർവീസ് ബ്രോക്കർ ആയതുകൊണ്ട് അവരുടെ സപ്പോർട്ട് സിസ്റ്റവും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു റെക്കമെൻഡേഷൻ തരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ വളരെ പുതിയതായിട്ട് വരുന്ന ഒരാളാണ്, ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെയാണ് അറിയണത്, അതിലൊരു എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രോ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനായാലും ഇപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഗ്രോയിൽ തന്നെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണത്. കാരണം അവർക്ക് സെറോദ അപ്സ്റ്റോക്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കിലൊക്കെ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കാൻ നല്ലത് ഗ്രോ തന്നെയാണ്. ഇനി നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അപ്സ്റ്റോക്സ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നാണ് ഞാൻ അപ്സ്റ്റോക്സ് ചൂസ് ചെയ്തോളാൻ പറയണത്. കാരണം ഞാൻ ഏറ്റവും ആദ്യം അക്കൗണ്ട് എടുത്തൊരു ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. ട്രേഡിങ് ഞാൻ പഠിച്ചതും അതെല്ലാം അപ്സ്റ്റോക്സ് യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു, സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് പഠിച്ചതും അതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്സ്റ്റോക്സ് ട്രേഡിംഗ് പഠിക്കാനുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ അപ്സ്റ്റോക്സ് ആണെന്ന് പറയാൻ കാരണം നല്ല ചാർട്ടും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം അപ്സ്റ്റോക്സ് ഉണ്ട്, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ കുറേ ക്രാഷ് ആയിരുന്നു ആപ്പും വെബൊക്കെ, പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററൊക്കെയാണ് ആവാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ സെറോദയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണ ബ്രോക്കറാണ് സെറോദ ഒരു ടോപ്പാണ് സംഭവം. നമ്മൾ എല്ലാ ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ ഗുഡായിട്ടുള്ള കാര്യങ്ങൾ സെറോദയിലുണ്ട്, അതാണ് നമ്മൾ പറയണത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങും അതൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ ഗ്രോയോ അല്ലെങ്കിൽ അപ്സ്റ്റോക്സിലൊക്കെ അക്കൗണ്ട് എടുത്ത ആൾക്കാരാണെങ്കിൽ അടുത്തൊരു ഫേസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ് ഇൻവെസ്റ്റിങ്ങും കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ സെറോദയിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഞാൻ അതുകൊണ്ടാണ് അപ്സ്റ്റോക്സിൽ ആദ്യം തുടങ്ങി പിന്നെ സെറോദയ്ക്ക് കടന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസർച്ചും മാർജിനും അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഏഞ്ചൽ വൺ ചൂസ് ചെയ്യാം.
അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഫുൾ സർവീസ് ബ്രോക്കറാണ് അത് നോക്കണമെന്നുണ്ടെങ്കിൽ കോട്ടക് നിയോ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഫുൾ സർവീസ് ബ്രോക്കേഴ്സിന് ചാർജസ് അതൊക്കെ ഭയങ്കര കൂടുതലാണ്. അതിൽ പിന്നെയും ഭേദമായിട്ടുള്ള ഒരാൾക്കാരാണ് കോട്ടക് നിയോ. ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ ചാർട്ടും കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 years ചൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 years ഇപ്പോൾ കുറേ ഇമ്പ്രൂവ് ആയി എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ പേഴ്സണലി പിന്നീട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തേക്കണത് അപ്സ്റ്റോക്സും സെറോദയും പിന്നെ 5 years ആണ്. 5 years ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണത് അപ്സ്റ്റോക്സും സെറോദ തന്നെയാണ്. പിന്നെ ഗ്രോ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഫ്രണ്ട്സിനും അവർക്കൊക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. ബാക്കി ഏഞ്ചൽ വൺ ആയാലും കോട്ടക് നിയോ ആയാലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് കോട്ടക് നിയോ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ബ്രോക്കറിനെ പറ്റി അറിഞ്ഞത് തന്നെ. നല്ല ബ്രോക്കറാണെന്നുള്ളത് അവനും പറഞ്ഞിട്ടുണ്ട്. അവൻ ഓപ്ഷൻ ട്രേഡിങ്ങും അത്യാവശ്യം എന്നേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അവൻ കോട്ടക് നിയോ തന്നെയാണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ട്രേഡും ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവർക്കൊരു ഇൻഫോർമേഷൻ ആവും എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.